ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ബീഫ് കൊണ്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതായത് ബീഫ് കൊണ്ടുള്ള നാടൻ പെരട്ട്. അത് നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ, അതേപോലെ ചോറിൻ്റെ കൂടെ, ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ, പൂരി, അതേപോലെ പത്തിരി, എല്ലാത്തിൻ്റെ കൂടെയും പോകുന്ന ഒരു നല്ലൊരു വിഭവമാണ് നമ്മുടെ ബീഫ് പെരട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് മഞ്ഞൾപ്പൊടി, ഉപ്പും അതേപോലെ ഗരം മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് വേവിച്ചതിന് ശേഷം വരുന്ന വെള്ളവും ഞാൻ അതിനകത്ത് തന്നെ വെച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ നിന്നൊരു കുരുമുളക് അതിനകത്ത് വീണിട്ടുണ്ട്. നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയ്ക്കകത്ത് കുരുമുളക് ഇട്ട് വെക്കത്തില്ലേ ചീത്തയാവാതിരിക്കാനും, അതിൻ്റെ ഒരെണ്ണം അതിനകത്ത് വീണതാണ്. അത് കുഴപ്പമില്ല. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചതാണ് വലിയൊരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറി അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴാണ് ആ എണ്ണയിലേക്ക് ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ നന്നായിട്ട് വെളിച്ചെണ്ണയിലേക്ക് പിടിക്കുന്നത്. അപ്പം ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ ആകുന്നതിന് വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള 2 സവാളയും അതേപോലെ 3 പച്ചമുളകുമാണ്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ട് ഞാൻ 3 പച്ചമുളക് ചേർത്ത് കൊടുത്തത്. സവാള പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫിനകത്ത് ഉപ്പിട്ടതാണ്, അതുകൊണ്ട് സവാളയ്ക്കകത്ത് ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള പകുതിയൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ബീഫായാലും അതേപോലെ ചിക്കൻ ആയാലും റോസ്റ്റ് ചെയ്യുന്നോ അത് കറി വെക്കുന്ന സമയത്ത് ഇതേപോലെ സവാള വാടുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഗരം മസാല ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒന്ന് എടുത്തറിയിക്കും. അതേപോലെ ഒട്ടും അത് കുത്തുന്നൊരു ഫ്ലേവർ ആയിരിക്കത്തില്ല. അപ്പോൾ സവാള നന്നായിട്ട് ഇവിടെ വാടി വന്നിട്ടുണ്ട്. അപ്പം സവാളയ്ക്ക് പകരം വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം. ചെറിയ ഉള്ളി എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് മുളക് പൊടി ഞാൻ പരമാവധി കുറച്ചാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. അപ്പം 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂണ് നമ്മുടെ മുളക് പൊടി മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണല്ലോ നമ്മൾ ബീഫ് വേവിച്ചത്. അപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല, ഒരു 1/4 ടീസ്പൂൺ മതിയാവും. അപ്പോൾ ഈ ഇട്ട് കൊടുത്ത പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിൽ 2 തക്കാളിയാണ് അരിഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് ചേരത്തക്ക രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബീഫിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഉണ്ടായിരുന്നു, അതും നമുക്കിതിനകത്ത് ഇട്ടങ്ങ് വറ്റിച്ചെടുക്കണം, നല്ല ഡ്രൈ ആക്കി എടുക്കണം. അതേപോലെ ബീഫ് വേവിക്കാൻ വെക്കുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കരുത്. ആ ബീഫിനകത്ത് ഇറങ്ങുന്ന ആ വെള്ളത്തിൽ വേണം ബീഫ് വെന്ത് കിട്ടാൻ വേണ്ടി, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അതേപോലെ അധികം വരുന്ന വെള്ളവും കളയുകയും ചെയ്യരുത്. ആ ബീഫിനകത്ത് കിടന്ന് തന്നെ അത് വറ്റി വരണം. അപ്പോൾ വെള്ളം വറ്റിക്കാൻ വേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി വെച്ചിട്ട് വെള്ളമെല്ലാം പറ്റിക്കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കണം. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ എത്രത്തോളം ഇത് വഴറ്റി എടുക്കുന്നോ അത്രത്തോളം ബീഫിന് ടേസ്റ്റ് കൂടി വരും. ഇത് ഒരു അരമണിക്കൂറോളം ലോ ഫ്ലെയിമിലിട്ട് ഞാൻ ഇളക്കി എടുക്കുന്നുണ്ട്. അതേപോലെ കുക്കറിലെ ബീഫ് വേവിക്കാൻ വെക്കുമ്പോൾ ഒരു 4-5 വിസിൽ, അതിൽ കൂടുതൽ വേവിക്കരുത്. കാരണം നമുക്കിത് മസാലയിലിട്ട് കുറേ നേരം ഇങ്ങനെ വഴറ്റി എടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞാൽ ഇതങ്ങ് പൊടിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് ചതച്ചത് ചേർക്കുന്നുണ്ട്. ബീഫിന് കുരുമുളക് ചേർക്കുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പൊടി എടുക്കുമ്പോൾ അത്ര വലിയ ഫ്ലേവർ കിട്ടുന്നില്ല. ചതച്ച കുരുമുളകിനാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ബീഫ് ഇങ്ങനെ വഴറ്റി നല്ല ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഒന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കും. നെയ്യൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നന്നായിട്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുവരെ നന്നായിട്ട് ഇളക്കി ഇതേപോലെ ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ഡ്രൈ ആക്കുക. അപ്പോഴാണ് ആ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ബീഫ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇനി ഞാൻ ഇടുന്നില്ല. അപ്പോൾ അരമണിക്കൂറാണ് ഞാൻ ഡ്രൈ ആക്കാൻ വേണ്ടി ഇട്ടിരുന്നത്. അതപ്പം പൊട്ടിയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം താളിച്ചൊഴിക്കണം. അതായത് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടെ നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ചൂടായ ഒരു പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറച്ച് മാത്രം എണ്ണ മതിയാവും കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം.
അപ്പോൾ തേങ്ങാക്കൊത്ത് ഇടുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കറിവേപ്പില ആദ്യം മൂത്ത് പോവുകയും ചെയ്യും, നമ്മുടെ തേങ്ങാക്കൊത്ത് മൂക്കാനും ഇച്ചിരി താമസം വരും. അതുകൊണ്ട് ആദ്യം തേങ്ങാക്കൊത്തിട്ട് അങ്ങ് മൂപ്പിച്ചതിന് ശേഷം മാത്രം നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ, വേഗം പണി തീർക്കാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ മൂപ്പിച്ചെടുത്ത തേങ്ങാക്കൊത്തും കറിവേപ്പില നമുക്ക് ബീഫിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഗസ്റ്റിനൊക്കെ വിളമ്പാൻ പറ്റിയ നല്ല കിടിലൻ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോവില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക്